കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അന്തരീക്ഷമർദ്ദവും കാറ്റുകളുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനാണ്. അപ്പൊ ഈ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്താ പഠിച്ചു വരുന്നത്. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഘടകങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒന്നാമത്തെ പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. അത് ഏതൊക്കെയായിരുന്നു? അക്ഷാംശം, കരയുടെയും കടലിന്റെയും വിതരണം, ഹിമാലയ പർവ്വതത്തിന്റെ പൊസിഷന്, അതുപോലെ കടലിൽ നിന്നുള്ള അകലം, ഉയരം, ഭൂപ്രകൃതി അല്ലെ. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്താണ്? അന്തരീക്ഷമർദ്ദം, കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഘടകം. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇന്ത്യയിൽ മഴ ഉണ്ടാവാനും അല്ലെങ്കിൽ ശീതകാലം ഉണ്ടാവാനും മൺസൂൺ വരാനും ഒക്കെ കാരണം എന്താണ്? പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷറും വിൻഡും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നും ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങള് കഴിഞ്ഞ പ്രാവശ്യം 2022 ചോദിച്ച ഡയറക്റ്റ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉന്നതതല വായു ചംക്രമണം താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പർ എയർ സർക്കുലേഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? ജെറ്റ് സ്ട്രീം ആയിരുന്നു ആൻസർ ആയിട്ട് വന്നത്. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് പോയവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു മാർക്ക് കിട്ടിക്കാണും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം അടുത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ എനിക്ക് വേണ്ടി നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സമയമെന്ന് തന്നെ പറയുന്നത് നിങ്ങൾക്ക് എന്താണ് വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത് കാണുന്നത്. അപ്പൊ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണുന്ന സമയത്ത് 10-12 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് മാക്സിമം ഡേറ്റാസ് കിട്ടിയിട്ട് ബാക്കി സമയം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിച്ചോളൂ. ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോ കൊച്ചു കൊച്ചു വീഡിയോസ് ചെയ്യുന്നത്. ഒരുപാട് സമയമൊന്നും ഇന്ന ആൾക്ക് കൊടുക്കാനായിട്ട് ആരും റെഡി ആവത്തില്ല. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ കുറച്ച് സമയമുള്ളൂ. മാക്സിമം നിങ്ങൾ തന്നെ പഠിക്കുക. എവിടെ നിന്നൊക്കെ ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു രൂപം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തന്നെ പഠിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് രണ്ട് രീതിയിൽ നമ്മൾ പറയും. ഒന്ന് ശൈത്യകാലത്തെ കാലാവസ്ഥയും അതുപോലെ തന്നെ ചൂടുകാലം, അതായത് നമ്മുടെ വേനൽക്കാലത്തെ കാലാവസ്ഥ. ആ രണ്ട് രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് ശൈത്യകാലത്തെ കാലാവസ്ഥ മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്നും ഒരു 2-3 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മേഖലയാണ്. സോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒന്ന് നോക്കുക, 3 ഘടകങ്ങളുടെ പ്രവർത്തന രീതിയാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അന്തരീക്ഷമർദ്ദവും കാറ്റുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഇന്ത്യൻ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പായിട്ട് 3 കാര്യങ്ങളാണ് നിങ്ങളോട് ആദ്യം പറയുന്നത്. ഭൗമ ഉപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദത്തിന്റെയും കാറ്റുകളുടെയും വിതരണം നമ്മുടെ ക്ലൈമറ്റിനെ ബാധിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്. എന്താണ്? ക്ലൈമറ്റിനെ ബാധിക്കുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് നമ്മുടെ ഭൂമിയുടെ മുകൾ ഭാഗത്തുള്ള അന്തരീക്ഷ മർദ്ദത്തിന്റെയും കാറ്റുകളുടെയും വിതരണം. അതുപോലെ 2, ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കാരണം രൂപപ്പെടുന്ന ഉന്നതതല ചംക്രമണങ്ങളും വിവിധ വായു സഞ്ചയങ്ങളുടെയും ജെറ്റ് പ്രവാഹങ്ങളുടെയും കടന്നുവരവ്. ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കാരണം രൂപപ്പെടുന്ന, ആഗോള കാലാവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? ലോകത്തെ മൊത്തം കാലാവസ്ഥ അല്ലെ. അതിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കാരണം രൂപപ്പെടുന്ന നമ്മുടെ അപ്പർ എയർ സർക്കുലേഷൻ, അതുപോലെ വിവിധ വായു സഞ്ചയങ്ങൾ ഉണ്ടാവും, ജെറ്റ് പ്രവാഹം, ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ അത് കാരണം ഇന്ത്യയുടെ ക്ലൈമറ്റ് മാറുകയും മറിയുകയും ഒക്കെ ചെയ്യാം. അതുപോലെ ശൈത്യകാലങ്ങളിൽ രൂപപ്പെടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പശ്ചിമ അസ്വസ്ഥത. എന്താ? വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പശ്ചിമ അസ്വസ്ഥത ഏത് കാലത്താണ് രൂപപ്പെടുന്നത്? ശൈത്യകാലത്താണ്. സ്ഥിരം ഈ UPSCക്കൊക്കെ പ്രിലിംസിന് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഇപ്പൊ പറയുന്ന മേഖലയിൽ നിന്നാണ്. പശ്ചിമ അസ്വസ്ഥത, വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ് എവിടെയാ ഫോം ചെയ്യുന്നതെന്ന് സ്ഥിരം ചോദിക്കാറുണ്ട്. ഏത് കാലത്താണെന്ന് ചോദിക്കാറുണ്ട്. ഏത് കാലത്താ? ശൈത്യകാലങ്ങളിലാണ്. എന്നറിയപ്പെടുന്ന പശ്ചിമ ചക്രവാതങ്ങൾ, അതെന്താ? അത് പശ്ചിമ ചക്രവാതങ്ങളാണ്. അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തുള്ള ഉഷ്ണമേഖല ന്യൂനമർദ്ദങ്ങളുടെയും ഇന്ത്യയിലേക്കുള്ള വരവും ഇന്ത്യയിൽ മഴ ലഭിക്കുന്നതിന് അനുകൂലമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയട്ടെ മനസ്സിലാവാത്തവർക്കായിട്ട്, നമ്മുടെ കാലാവസ്ഥ, ഇന്ത്യയുടെ കാലാവസ്ഥയെ അന്തരീക്ഷമർദ്ദവും കാറ്റുകളും നന്നായി സ്വാധീനിക്കുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, ഭൂമിയുടെ ഉപരിതലത്തിലെ അന്തരീക്ഷമർദ്ദം, കാറ്റുകളുടെയും വിതരണം എങ്ങനെയാണോ അതിനനുസരിച്ച് കാലാവസ്ഥ മാറാം.
രണ്ടെന്താണ്, നമ്മുടെ ലോക മൊത്തത്തിലുള്ള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് ലോക കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കാരണം രൂപപ്പെടുന്ന ഒരുപാട് അപ്പർ എയർ സർക്കുലേഷൻസ് ഉണ്ട്. അതിനകത്ത് ജെറ്റ് പ്രവാഹങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് പറയാം, ജെറ്റ് സ്ട്രീംസ് പറയാം. അതൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പം നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥ മാറി മറിയാം. അതുപോലെ തന്നെ ശൈത്യകാലങ്ങളിൽ രൂപപ്പെടുന്ന വെസ്റ്റേൺ സൈക്ലോണിക് മെഡിറ്ററേനിയൻ കടലിലാണ് കേട്ടോ ഇത് ഉണ്ടാവുന്നത്. താഴോട്ട് പറയാം, മെഡിറ്ററേനിയൻ സീയിലാണ് ഈ പശ്ചിമ അസ്വസ്ഥത ഉണ്ടാവുന്നത്, വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ്. അങ്ങനെ അറിയപ്പെടുന്ന പശ്ചിമ ചക്രവാതങ്ങളുടെയും അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തുള്ള ഉഷ്ണമേഖല ന്യൂനമർദ്ദം. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് എന്താ നമുക്ക് അനുഭവപ്പെടുന്നത്? ഉഷ്ണമേഖല ന്യൂനമർദ്ദങ്ങളുടെയും ആ ഇന്ത്യയിലേക്കുള്ള വരവും ഇന്ത്യയിൽ മഴ ലഭിക്കുന്നതിന് അനുകൂലമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്ന ഫാക്ടേഴ്സ് ആണല്ലോ. നമുക്ക് നോക്കാം, ഇന്ത്യയിലെ വേനൽക്കാലത്തെയും ശൈത്യകാലത്തെയും അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഈ 3 ഘടകങ്ങളുടെയും പ്രവർത്തന രീതി, അതിനകത്ത് ശൈത്യ കാലാവസ്ഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു സംശയമില്ലെന്ന് വിചാരിക്കുന്നു, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇതിനു വേണ്ടിയിട്ട് സമയം നിങ്ങൾ മാറ്റിവെക്കേണ്ട. നോക്കാം, ശൈത്യകാലത്തെ കാലാവസ്ഥ. ഒന്നാമത് ഉപരിതല മർദ്ദവും കാറ്റും. നമ്മളിപ്പോ ഒന്നാമത്തെ ഫാക്ടർ പറഞ്ഞില്ലേ, ഭൗമോപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദത്തിന്റെയും കാറ്റുകളുടെയും വിതരണം. അതാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ തണുത്ത കാലമാണ് നമ്മൾ പറയുന്നത്. ശീതകാല മാസങ്ങളിൽ ഇന്ത്യയിലെ കാലാവസ്ഥ മധ്യേഷ്യയിലെയും പശ്ചിമേഷ്യയിലെയും അന്തരീക്ഷ മർദ്ദസ്ഥിതിയുടെ സ്വാധീനത്തിലായിരിക്കും. അതായത് തണുത്ത മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? നമ്മുടെ ഡിസംബർ ജനുവരി ഒക്കെ മാസങ്ങളാണ്, നമ്മുടെ നവംബർ ലാസ്റ്റ് ഒക്കെയാണ് അല്ലെ തണുത്ത കാലാവസ്ഥ. ആ ശീതകാല മാസങ്ങളില് ഇന്ത്യയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് എന്തിന്റെ സ്വാധീനത്തിലായിരിക്കും? മധ്യ ഏഷ്യയിലെ, സെൻട്രൽ ഏഷ്യയിലെയും പശ്ചിമ ഏഷ്യയിലെയും അന്തരീക്ഷത്തിലെ പ്രഷറിന്റെ ആ ഒരു സ്ഥിതിയുടെ സ്വാധീനത്തിലായിരിക്കും. ശൈത്യകാലത്ത് ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്കുമാറി ഒരു ഉച്ചമർദ്ദ കേന്ദ്രം രൂപപ്പെടുന്നു. അതായത് നിങ്ങൾ ഡിസംബർ ഓർക്കുക, ആ സമയത്ത് നമ്മുടെ ഹിമാലയ പർവ്വതം ഇല്ലേ, ഹിമാലയ പർവ്വതത്തിന്റെ വടക്ക് മാറി എന്ന് പറയുമ്പോൾ, ഹിമാലയ പർവ്വതത്തിന്റെ വടക്കെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നോക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്, പോട്ടെ, ഇതിലോട്ട് നോക്കിയാൽ മതി. ഇപ്പൊ ഇവിടെ ഹിമാലയം ആണല്ലോ, ഇവിടാണ് ഹിമാലയം നിൽക്കുന്നതെന്ന് വെച്ചു. ഹിമാലയത്തിന്റെ വടക്കെന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് കേട്ടോ, നമ്മുടെ ടിബറ്റ് ഒക്കെ നിൽക്കുന്ന ആ ഒരു പോർഷനാണെന്ന് ഓർക്കുക. അവിടെ ഒരു ഉച്ചമർദ്ദ കേന്ദ്രം. എന്താ ഉച്ചമർദ്ദ കേന്ദ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ വളരെ കൂടുതലാണ്. അപ്പൊ അവിടെ ഹിമാലയത്തിന്റെ വടക്ക് ഒരു വളരെ കൂടിയ പ്രഷറുള്ള ഒരു കേന്ദ്രം രൂപപ്പെടുന്നു. ഈ ഉച്ചമർദ്ദ കേന്ദ്രം പർവ്വതനിരക്ക് തെക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വടക്ക് നിന്നും താഴ്ന്ന തലങ്ങളിൽ വായു പ്രവാഹം സൃഷ്ടിക്കുന്നു. അപ്പൊ ഈ ഉച്ചമർദ്ദ കേന്ദ്രം പ്രഷർ കൂടുമ്പോ എന്താ സംഭവിക്കുന്നത്? കൂടിയെടുത്ത് നിന്നും കുറഞ്ഞെടുത്തേക്ക് പോകും അല്ലെ. എപ്പോഴും നമ്മൾ അങ്ങനെയല്ല പഠിക്കുന്നത്, കൂടിയെടുത്ത് നിന്നും കുറഞ്ഞെടുത്തേക്ക്. അപ്പൊ വളരെ കൂടിയൊരു പ്രഷറാണ് നമ്മുടെ ഈ ഹിമാലയത്തിന്റെ വടക്ക് ടിബറ്റ് ഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഉച്ചമർദ്ദ കേന്ദ്രം പർവ്വതനിരക്ക് തെക്ക്, നമ്മുടെ പർവ്വതനിര എന്ന് പറയുമ്പോൾ ഇതാണല്ലോ, ഈ പർവ്വതനിരക്ക് തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഏതാണെന്ന് നോക്കാവല്ലോ. നമ്മുടെ നോർത്ത് ഇതാണ് സൗത്ത് അല്ലെ. തെക്ക് ഭാഗം, പർവ്വതനിരക്ക് തെക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ്. തെക്ക് ഭാഗത്തേക്ക് കിട്ടുന്നുണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ പറയുകയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ഉച്ചമർദ്ദ കേന്ദ്രം പർവ്വതനിരക്ക് തെക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വടക്ക് നിന്നും താഴ്ന്ന തലങ്ങളിൽ വായുപ്രവാഹം, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അകത്തോട്ട് വീശുന്നു എന്ന് ഓർക്കുക, ഇന്ത്യക്ക് അകത്തോട്ട്. മധ്യേഷ്യയിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിലെ ഉപരിതല വായു, മധ്യേഷ്യയിലെ, സെൻട്രൽ ഏഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് വരും സെൻട്രൽ ഏഷ്യ എന്ന് പറയുമ്പോൾ, ആ മധ്യേഷ്യയിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിലെ ഉപരിതല വായു വരണ്ട ശീതക്കാറ്റുകളായി ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് വീശും. വരണ്ട ശീതക്കാറ്റ്. ഈ വൻകര കാറ്റുകൾ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ വീശുന്ന വാണിജ്യവാതവുമായി സമ്പർക്കത്തിലാവുന്നു. അപ്പൊ സെൻട്രൽ ഏഷ്യയിൽ നിന്നും വരണ്ട ശീതക്കാറ്റ് നമ്മുടെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് വീശുന്നു. ഈ വൻകര കാറ്റുകൾ നമ്മുടെ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ, എവിടെയാ വടക്കു പടിഞ്ഞാറൻ എന്ന് പറയുന്നത്? ഈ ഒരു മേഖലയാണ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയില് വാണിജ്യവാതങ്ങൾ വീശുന്നുണ്ട്, അതുമായിട്ട് സമ്പർക്കത്തിലാവുന്നു. ഈ സമ്പർക്ക മേഖല എപ്പോഴും അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതല്ല. അപൂർവമായി ഇത് കൂടുതൽ പൂർവ്വ ദിക്കിലേക്ക് മാറുകയും, അതായത് പൂർവ്വദിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും പതുക്കെ ഈ സമ്പർക്കത്തിൽ വാണിജ്യവാദം പ്ലസ് ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വരണ്ട ശീതക്കാറ്റെല്ലാം കൂടെ ഇവിടെ വെച്ച് കൂടി ചേർന്നിട്ട് പതുക്കെ ഇത് ഇവിടുന്ന് കിഴക്കോട്ട് പോകാൻ തുടങ്ങും. അതായത് ഈ ഗംഗാതടം, നമ്മുടെ ഗംഗാതടം എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ആണ് ഗംഗാതടം, അവിടേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിന്റെ ഫലമായിട്ട് മധ്യ ഗംഗാതടം വരെയുള്ള മുഴുവൻ ഉത്തരേന്ത്യൻ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയും വരണ്ട വടക്കു പടിഞ്ഞാറൻ ശീതക്കാറ്റിന്റെ സ്വാധീനത്തിലാവും. എന്തെങ്കിലും സംശയം ഞാൻ പറഞ്ഞ കാര്യത്തില്? ഒറ്റ കാര്യം ആലോചിക്കാൻ മതി, മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം.
ശീതകാലത്ത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യൻ കാലാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഏഷ്യയും പശ്ചിമേഷ്യയിലെയും അന്തരീക്ഷത്തിലെ പ്രഷറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിലനിൽക്കുന്നത്. അപ്പൊ ശൈത്യകാലത്ത് ടിബറ്റ്, അതായത് നമ്മുടെ വടക്ക് ഭാഗം, ഹിമാലയത്തിന്റെ വടക്ക് ഭാഗം, ആ ടിബറ്റ് ഉൾപ്പെടുന്ന ആ ഒരു ഭാഗത്ത് വളരെ കൂടിയ പ്രഷർ ആയിരിക്കും. ആ കൂടിയ പ്രഷറിൽ നിന്നും നമ്മുടെ തെക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വായു പ്രവാഹം ഉണ്ടാവുന്നു. ശരിക്കും മധ്യേഷ്യയിലെ ഉച്ചകേന്ദ്രത്തിൽ നിന്നും ശീതക്കാറ്റ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്നു. ഈ വടക്ക് നിന്ന് വീശുന്ന, അല്ലെങ്കിൽ ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വീശുന്ന വരണ്ട കാറ്റ് നമ്മുടെ വടക്ക് പടിഞ്ഞാറുള്ള ഭാഗത്ത്, വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ്, വടക്ക് പടിഞ്ഞാറ് വാണിജ്യവാദങ്ങളുമായിട്ട് ഈ വരുന്ന കാറ്റ് കൂടി ചേർന്നിട്ട് ഇവർ രണ്ടുപേരോട് എങ്ങോട്ട് വീശാൻ തുടങ്ങും? പതുക്കെ കിഴക്കോട്ട്, അതായത് ഗംഗാതടത്തിലേക്ക് വീശുന്നു. അപ്പൊ ഈ ഗംഗാതടം, അതായത് വടക്കേ ഇന്ത്യ മുഴുവൻ തന്നെ, മധ്യ ഗംഗാതടം വരെയുള്ള മുഴുവൻ ഉത്തര ഇന്ത്യയും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയും എല്ലാം തന്നെ ഈ വരണ്ട വടക്ക് പടിഞ്ഞാറൻ ശീതക്കാറ്റിന്റെ സ്വാധീനത്തിലായി മാറുന്നു. ഏത് സീസണില്? വിന്റർ സീസണിലാണെന്ന് ആലോചിക്കുക. ഇനി നെക്സ്റ്റ് നോക്കാം, ജെറ്റ് പ്രവാഹങ്ങളും ഉന്നതതല വായു ചംക്രമണവും, ജെറ്റ് സ്ട്രീംസ് ആൻഡ് അപ്പർ എയർ സർക്കുലേഷൻ. നമ്മൾ ഇതല്ലേ ഇപ്പൊ പറഞ്ഞത്, രണ്ടാമത്തെ ഫാക്ടർ ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ കാരണം ഉണ്ടാവുന്ന ജെറ്റ് സ്ട്രീംസും അപ്പർ സർക്കുലേഷൻസും വായു സഞ്ചയങ്ങളും എല്ലാം തന്നെ ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നോക്കുക, ഇതുവരെ ചർച്ച ചെയ്തത് മുഴുവൻ ഭൗമോപരിതലത്തിനടുത്ത് ചേർന്നുള്ള അന്തരീക്ഷത്തിലെ വായു ചംക്രമണങ്ങളെ കുറിച്ചാണ്. നമ്മളിപ്പോ ഭൂമിയുടെ തൊട്ട് കിടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ പറഞ്ഞതൊക്കെ. എന്നാൽ മറ്റൊരു വ്യത്യസ്തമായ ഒരു വായു പ്രവാഹമാണ് ട്രോപ്പോസ്ഫിയറിന്റെ ഉപരിഭാഗങ്ങളിൽ ഏകദേശം 3 കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുക. ട്രോപ്പോസ്ഫിയർ ആണല്ലോ നമ്മുടെ തൊട്ട് കിടക്കുന്നത്. ഈ ട്രോപ്പോസ്ഫിയറിന്റെ ഉപരിഭാഗം, അതിന്റെ മുകൾ ഭാഗം ഏകദേശം 3 കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന ഒരു വായു പ്രവാഹമുണ്ട്. അന്തരീക്ഷത്തിന്റെ ഉയർന്ന തലത്തിലെ വായു പ്രവാഹത്തിൽ ഉപരിതല അന്തരീക്ഷ മർദ്ദത്തിന് ഒരു പ്രാധാന്യവുമില്ല. അങ്ങോട്ട് പോകുന്തോറും നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് പ്രാധാന്യമൊന്നുമില്ല. മുകളിലോട്ട് പോകുന്തോറും പശ്ചിമേഷ്യയും മധ്യേഷ്യൻ പ്രദേശങ്ങളും ഈ കാലയളവിൽ, ഏത് കാലയളവിൽ? വിന്റർ സീസണിൽ 9 മുതൽ 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്ന പശ്ചിമ കാറ്റുകളുടെ സ്വാധീനത്തിലായിരിക്കും. ഒന്നും കൂടെ പറയാം, നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? ട്രോപ്പോസ്ഫിയറിന്റെ ഉപരിഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വായു പ്രവാഹത്തെ പറ്റിയിട്ടാണ്. അതായത് ട്രോപ്പോസ്ഫിയറിന്റെ ഉപരിഭാഗങ്ങളിൽ ഏകദേശം 3 കിലോമീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന ഒരു വായു പ്രവാഹം. ആ സമയത്ത് തന്നെ പറയുന്നു, അന്തരീക്ഷത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് പോകുന്തോറും അവിടുത്തെ വായു പ്രവാഹത്തില് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് യാതൊരു പ്രാധാന്യവുമില്ല. അപ്പൊ ഈ വിന്റർ സീസണില് പശ്ചിമേഷ്യയും മധ്യേഷ്യൻ പ്രദേശങ്ങളും ഒക്കെ തന്നെ 9 മുതൽ 13 കിലോമീറ്റർ വരെ ഉയരത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്ന പശ്ചിമ കാറ്റുകളുടെ സ്വാധീനത്തിലായിരിക്കും. ഈ കാറ്റുകൾ ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായി വീശുന്നു. അതായത് ഇത് മധ്യേഷ്യയാണെന്ന് വെച്ചോ, ഇത് സെൻട്രൽ ഏഷ്യ, ഇത് പശ്ചിമേഷ്യ ഒക്കെയാണ്. ഇവിടെ നിന്നും കിഴക്കോട്ട് വീശുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുക ആ കാറ്റ്, അല്ലെ? ആ പശ്ചിമ കാറ്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുവാണ്. അപ്പൊ ഈ കാറ്റുകള് ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ, അതായത് വടക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ പറഞ്ഞ ടിബറ്റൻ ആ പീഠഭൂമിക്ക് സമാന്തരമായിട്ട് ഇങ്ങനെ വീശി വരുക ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്നും. ഞാൻ ഒന്നുകൂടെ തുടച്ചു കാണിക്കും, ഇത് മൊത്തം അങ്ങ് വരെയായിപ്പോയി. നോക്കോ, ഇത് സെൻട്രൽ ഏഷ്യ, ഇത് പശ്ചിമേഷ്യയാണെന്ന് വെച്ചോ. അവിടെ നിന്നും ഈ നമ്മുടെ പശ്ചിമ കാറ്റുകൾ ഇങ്ങോട്ട് വീശുക, കിഴക്കോട്ട് വീശുക എന്ന് പറയുമ്പോൾ എന്താ? ഹിമാലയത്തിന്റെ വടക്ക് ടിബറ്റൻ പീഠഭൂമിയിലേക്ക് സമാന്തരമായിട്ട് വരുന്ന വീശുക. കണ്ടാ, ഇങ്ങനെ സമാന്തരമായിട്ട് ഇങ്ങനെ വീശുക. അപ്പൊ ഈ കാറ്റുകൾ ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായി വീശുന്നു. ഇവയാണ് നമ്മൾ ജെറ്റ് പ്രവാഹം എന്നറിയപ്പെടുന്നത്, ജെറ്റ് സ്ട്രീംസ് എന്നറിയപ്പെടുന്നത്. ഈസി അല്ലേ? ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? ഇതാണ് കണ്ടോ, ഇതാ പടിഞ്ഞാറൻ ജെറ്റ് പ്രവാഹം കണ്ടോ വീശി വരുന്ന കണ്ടോ. ഇത് എവിടുന്നാ വരുന്നത്? മധ്യേഷ്യയിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നും ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായി വീശുന്ന പശ്ചിമ കാറ്റുകൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജെറ്റ് സ്ട്രീംസ് അഥവാ ജെറ്റ് പ്രവാഹം എന്ന് വിളിക്കുന്നത്. ടിബറ്റൻ ഉന്നതതടം ജെറ്റ് പ്രവാഹങ്ങളുടെ സഞ്ചാരപഥത്തിൽ ഒരു മാർഗതടസ്സമായി നിലകൊണ്ട് ഇവയെ 2 ശാഖകളായി വിഭജിക്കുന്നു. അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ടിബറ്റിന്റെ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, ഉന്നത തടമുണ്ട്. അവിടെ വന്നാണ് ഇത് ഇടിക്കുന്നത്. ഇടിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതിനൊരു മാർഗതടസ്സമായി. ഉയർന്നു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇടിക്കുന്നു. അതുകൊണ്ടാണ് ഇത് 2ആയിട്ട് പിളരും. ഇതിൽ ഒരു ശാഖ ടിബറ്റൻ ഉന്നത തടത്തിന്റെ വടക്കു ഭാഗത്ത് കൂടി സഞ്ചരിക്കും. ഇത് വന്ന് ഇവിടെ ടിബറ്റ് ആണെങ്കിൽ ഇവിടെ വന്ന് ഇടിച്ചിട്ട് ഒന്ന് വടക്കോട്ട് പോകും, അങ്ങോട്ട് പോകും. ഇതിന്റെ തെക്കൻ ശാഖ എങ്ങോട്ടായിരിക്കും വരുന്നത്? ഇത് ഒരെണ്ണം ഇങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ വടക്കോട്ട് പോയി. തെക്കോട്ട് തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഹിമാലയത്തിലോട്ട് വരുക, അല്ലെ? അപ്പം തെക്കോട്ട് തിരിയുന്ന ഒരു ശാഖ എന്ന് പറയുന്നത്
ഹിമാലയത്തിന്റെ തെക്ക് ഭാഗങ്ങളിൽ നിന്നും കിഴക്ക് ദിശയിൽ സഞ്ചരിക്കുന്നു. ഇങ്ങോട്ട് തെക്കോട്ട് വന്നിട്ട് നേരെ കിഴക്കോട്ട് വരും. ഓക്കെ ആണല്ലോ. ഫെബ്രുവരി മാസങ്ങളിൽ ഇവ ഏകദേശം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശങ്ങളിലൂടെ 200 മുതൽ 300 MB മർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്ക് വീശും. ഏത് ജെറ്റ് സ്ട്രീംസ് എന്ന് പറയുന്നത് ഏതാ? ഫെബ്രുവരി മാസത്തിലാണ് കേട്ടോ. ജെറ്റ് പ്രവാഹങ്ങളുടെ തെക്കൻ ശാഖയ്ക്ക് ഇന്ത്യയിലെ ശൈത്യ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന സ്വാധീനമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ജെറ്റ് സ്ട്രീംസ് എന്താണ് നമ്മൾ പറഞ്ഞു, എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നതെന്ന് പറഞ്ഞു. തെക്കൻ ശാഖ നമ്മളിലോട്ട് എങ്ങനെയാ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ടിബറ്റിൽ നിന്നും ആ ഉയർന്നു നിൽക്കുന്ന ഉന്നതത്തിൽ തട്ടിയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് തെക്കൻ ശാഖ നമ്മുടെ അടുത്തോട്ട് വരും, വടക്കൻ ശാഖ നേരെ ടിബറ്റിന്റെ വടക്കോട്ട് പോകും. ആ തെക്കൻ ശാഖയാണ് നമ്മുടെ ലോട്ടോട്ട് വന്നത് അല്ലെ. അത് ഫെബ്രുവരി മാസത്തിലാണ്. ഇവ ഏകദേശം 25 ഡിഗ്രി വടക്ക് അക്ഷാംശ പ്രദേശങ്ങളിലൂടെ 200-300 MB മർദ്ദം അനുഭവപ്പെടുന്ന മേഖലയിലേക്ക് വീശുക. നമ്മുടെ ഹിമാലയത്തിൽ നിന്നും കിഴക്കോട്ടാണ് വീശുന്നത്. അപ്പൊ ജെറ്റ് പ്രവാഹങ്ങളുടെ ഈ തെക്കൻ ശാഖ ശൈത്യ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറാണ് നമുക്ക് പറയാം. തെക്കൻ ശാഖ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ആണ് പശ്ചിമസസ്തയും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ് ആണ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. ശൈത്യകാലത്തെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഫാക്ടറാണ്. ശൈത്യകാല മാസങ്ങളിൽ ഏത് കടലില് മെഡിറ്ററേനിയൻ സീയിൽ രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ സ്വാധീനത്താൽ പടിഞ്ഞാറ് ദിശയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്തിച്ചേരുന്നു. ശൈത്യകാല മാസങ്ങളിൽ മെഡിറ്ററേനിയൻ കടൽ, മെഡിറ്ററേനിയൻ സീയുടെ ആ സ്ഥലങ്ങളിൽ രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാതം, ഇംഗ്ലീഷ് എന്താ? ട്രോപ്പിക്കൽ സൈക്ലോൺസ്. ഇപ്പൊ വരുന്ന പശ്ചിമജെറ്റ് പ്രവാഹം പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരുവാണെന്ന്. പശ്ചിമജെറ്റ് പ്രവാഹം വരുമല്ലോ ശൈത്യകാലത്ത്. അതിന്റെ സ്വാധീനം കൊണ്ട് പടിഞ്ഞാറ് ദിശയിൽ നിന്നും എങ്ങോട്ട് പോകും? വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലോട്ട് വരും. ഓക്കെ ആണല്ലോ. അതായത് ശരിക്കും ഇത് എവിടെ? മെഡിറ്ററേനിയൻ സീയിലാണ് രൂപപ്പെട്ടത്. ആ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഈ ജെറ്റ് പ്രവാഹം വരുന്ന വഴിക്ക് ഈ ജെറ്റ് പ്രവാഹം പിടിച്ച് വലിക്കുമ്പോൾ എന്ത് പറ്റും? പടിഞ്ഞാറ് ദിശയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും എങ്ങോട്ട് വരും? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലോട്ട് വരും. ഈ കാലയളവില് എന്താ പ്രത്യേകത? രാത്രികാല താപനിലയിൽ ഉയർച്ച സാധാരണയായി ഇതിന്റെ വരവറിയിക്കുന്നു. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മള് ചിലപ്പം ഈ ക്ലൂ തന്നിട്ട് രാത്രികാല താപനില കൂട്ടാനായിട്ട് കാരണമാകുന്ന ഒന്നാണിത്. എന്താ അത്? വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ് ആണ്. ഇത് മെഡിറ്ററേനിയൻ സീയിലാണ് രൂപം കൊള്ളുന്നത്. ഇനി കേട്ട് കഴിഞ്ഞാൽ തന്നെ ഓർത്തോണം, ശൈത്യകാല മാസങ്ങളിലാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെ എന്താ പറയുന്നത്? വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ്, പശ്ചിമസസ്തതയെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് എവിടെയാണ് രൂപപ്പെടുന്നത്? മെഡിറ്ററേനിയൻ സീയിലെ ശൈത്യകാലങ്ങളിൽ രൂപപ്പെടുന്ന ഉഷ്ണമേഖലാ ചക്രവാതം, ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ്. ഇതിനെ ആര് കൊണ്ടുവരും? നമ്മുടെ പശ്ചിമ ജെറ്റ് പ്രവാഹങ്ങളുടെ സ്വാധീനം കൊണ്ട് പടിഞ്ഞാറ് ദിശയിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ എന്ത് പറ്റും? രാത്രികാലത്ത് താപനില വളരെ സാധാരണയെക്കാളും ഉയർന്ന രീതിയിൽ അങ്ങ് കൂടും. ബംഗാൾ ഉൾക്കടൽ പ്രദേശത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നു. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എന്താണ്? ബംഗാൾ ഉൾക്കടൽ പ്രദേശത്തും ഇന്ത്യൻ മഹാസമുദ്രത്തിലും എല്ലാം ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നു. മീൻസ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ വേഗത കൂടിയവയും ശക്തിയേറിയ മഴയോട് കൂടിയതുമാണ്. ഇവ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തീരങ്ങളിൽ ആഞ്ഞടിക്കുന്നു. വേഗതയേറിയ കാറ്റും ശക്തിയേറിയ മഴയും കാരണം ഇവയിൽ മിക്കതും അതിവിനാശകരമായിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമുക്ക് വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ്, അതായത് ശൈത്യകാല മാസങ്ങളിൽ ശക്തിയേറിയ മഴയോട് കൂടിയിട്ടുള്ളതും അല്ലെങ്കിൽ വിനാശകാരികളായിട്ടുള്ള മഴയ്ക്ക് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ തീരങ്ങൾ ഉണ്ടാവുന്നതൊക്കെ എന്തിന്റെ അണ്ടറിലാണ്? ഈ വെസ്റ്റേൺ സൈക്ലോണിക് ഡിസ്റ്റർബൻസ്, ട്രോപ്പിക്കൽ സൈക്ലോൺസ് കൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ശീതകാല സമയത്ത് പ്രധാനമായിട്ടും ഉണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി അത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിക്കാം. ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, വേനൽക്കാലത്തെ കാലാവസ്ഥ. അതിനകത്ത് നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കുന്ന, ഇനി മുന്നോട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഈ ITCZ എന്ന് പറയുന്നത്, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതൊന്നും അറിഞ്ഞു വെക്കാതെ നമുക്ക് ഡിഗ്രി ലെവലൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം ഇതെല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആണ് ചോദ്യം. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ പുസ്തകം ചുമ്മാ വായിക്കുന്നതിനപ്പുറത്തോട്, കാണാൻ പഠിക്കുന്നതിനപ്പുറത്തോട് നമ്മളിത് ഈ ഒരു രീതിയിൽ തന്നെ, അതായത് ഓരോന്നും എവിടുന്ന് എങ്ങോട്ട് ഒറ്റ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. സോ ഒന്ന് മെനക്കെടുക. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്നുള്ള രീതിയിൽ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സെക്കൻഡ് മതി കമന്റ് ചെയ്യാനായിട്ട്. നിങ്ങളൊന്ന് തമ്പ് പോലും ഇട്ടാൽ മതി മനസ്സിലായിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് അറിയിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.